നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി സർക്കാരിലേക്ക്. കരിമണൽ കമ്പനിക്ക് ഇടത് സർക്കാരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. മദ്യനയത്തിൽ തീരുമാനം UDF-ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് മന്ത്രിമാർ. മദ്യ ഉപഭോഗം കുറയ്ക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം UDF തള്ളണമെന്ന് KCBC ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് സമസ്ത. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂകമ്പമുണ്ടായ വെനസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ പുറപ്പെട്ടു. കരസേനയുടെ മെഡിക്കൽ സംഘവും ടീമിൽ. രക്ഷാപ്രവർത്തനത്തിന് 41 അംഗ സംഘം. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം ഊർജിതം. വിവാദങ്ങൾക്കിടെ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായി രാജിവെച്ചു. രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന സൂചന. ധർമ്മേന്ദ്ര പ്രധാനും ഹർദീപ് സിംഗ് പുരിയും പുറത്തേക്ക്. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസും അനുരാഗ് ഠാക്കൂറും മന്ത്രിസഭയിലെത്തിയേക്കും. അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിനു പിന്നാലെ SIR-ഉം ഉൾപ്പെടുത്തി NCERT. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയും. 500 മുതൽ 700 രൂപ വരെ കുറയാൻ സാധ്യത. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റമുണ്ടായേക്കും. എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. വാർത്തകൾ വിശദമായി നോക്കാം. CMRL എക്സാലോജിക് ഇടപാടിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. വീണയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് CMRL കമ്പനിക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. മൊഴിയിൽ വ്യക്തത വരുത്താൻ വീണ തൈക്കണ്ടിയെ വീണ്ടും വിളിച്ചു വരുത്താൻ ED തീരുമാനിച്ചിട്ടുണ്ട്. 2.78 കോടി രൂപയാണ് വിവിധ സേവനങ്ങൾക്കായി CMRL-ലും അനുബന്ധിച്ച സ്ഥാപനങ്ങളിൽ നിന്നുമായി വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സേവനം സംബന്ധിച്ചാണ് ഇപ്പോഴും ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുന്നത്. കേസിൽ 2 തവണ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും വീണയിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. നിലവിൽ വിവിധ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ ED വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം CMRL കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും ഡയറക്ടർമാരിൽ നിന്നും എടുത്ത മൊഴികളും വീണ പറഞ്ഞ കാര്യങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് സാങ്കേതികമായി ഉണ്ടായ പിഴവുകളാണോ എന്നതും പരിശോധിക്കുന്നുണ്ട്. അതേസമയം കരിമണൽ ഖനന കമ്പനിക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ED പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം കമ്പനി നൽകിയതായി മുൻപ് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു അന്വേഷണം. അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിൽ മാത്രമായിരിക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ED എത്തുക. അതേസമയം കടുത്ത നടപടികളിലേക്ക് ED ഈ ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയുമില്ല. കേന്ദ്ര ഏജൻസി ഇതുവരെ അന്വേഷിച്ചതിൽ ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്രമക്കേടാണ് CMRL എക്സാലോജിക് ഇടപാട്. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. മദ്യനയത്തിൽ തീരുമാനം UDF-ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും രംഗത്തെത്തി. മദ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന് കേരള കോൺഗ്രസും ആവശ്യപ്പെട്ടു. പ്രതികരണത്തിലേക്ക്. സ്വാഭാവികമായിട്ട് അത് UDF തീരുമാനിക്കേണ്ടതാണ്. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതിന് സർക്കാർ ശ്രമിക്കും. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ അത്
വളരെ വ്യക്തമായി തന്നെ അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് എക്സൈസ് വകുപ്പുണ്ട്. നമുക്ക് ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഔദ്യോഗികമായി നമുക്ക് ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. മദ്യനയത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തതയോടെ നിയമസഭയിൽ മറുപടി പറഞ്ഞല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും ഈ വിഷയം UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മദ്യത്തിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓപ്പറേഷൻ തുഫാൻ, ഈ ഒരു പ്രോഗ്രാം തന്നെ ലഹരി വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു കർമ്മ പരിപാടിയാണ്. അതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. അത് മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി തന്നെ നിയമസഭയിൽ പറഞ്ഞതുമാണ്. UDF ആലോചിച്ചതിന് ശേഷം ആ വിഷയത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നുള്ളത്. ഈ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന തീരുമാനം ഉണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പാദനത്തിനുള്ള നീക്കം UDF തള്ളണമെന്ന് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് അംബ്ലോസ് പുത്തൻവീട്ടിൽ ആഗോള ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞത്. UDF-ന്റെ മദ്യനയത്തിലുള്ള പാരമ്പര്യവും മാനിഫെസ്റ്റോയും മുഖവിലക്കെടുക്കണം. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്താൽ വിദ്യാർത്ഥികൾ പോലും ഈ വിപത്തിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിൽ VD സതീഷിനെ പിന്തുണച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാമ്പാനി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച കാര്യത്തിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ലഹരിക്ക് അനുകൂലമെന്ന നിലപാട് ആരും സ്വീകരിക്കരുതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. സർക്കാരിന്റെ മദ്യനയം സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത മദ്യത്തിനും മയക്കുമരുന്നിനും എതിരാണെന്നും പക്ഷേ സർക്കാരിന് എന്ത് നയവും കൊണ്ടുവരാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സുന്നി ഐക്യത്തിനുള്ള ശ്രമങ്ങൾ എല്ലായിടത്തു നിന്നും ഉണ്ടാവട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. അത് വേറൊന്ന് ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പിറപ്പിൻ്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരൊക്കെ ആവാം, ആരും ആവാം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ തീയതി അതാണ്. മദ്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല, മദ്യത്തിനോട് നമ്മൾ എതിരല്ലേ. അത് നമ്മൾക്ക് അറിയാൻ പറ്റൂല. അത് അവർ പിന്മാറുന്നുണ്ട്. അവരിപ്പോൾ നമ്മളെ നോക്കിയിട്ടല്ലല്ലോ സർക്കാർ ഭരിക്കണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് ഭരിക്കണത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ നോക്കിയിട്ടല്ല. അവരുടെ നയം അനുസരിച്ചല്ലോ. സർക്കാരിന്റെ നയങ്ങളുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ എതിർക്കപ്പെടാനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അനുഭവിക്കപ്പെടാം. അത്രേ ഉള്ളൂ. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറക്കുമെന്നും അതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്നത്. ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായ ഘട്ടത്തിലാണ് ഇത്തവണ ലോക ലഹരി വിരുദ്ധ ദിനാചരണവും വന്നെത്തിയത്. തൂഫാന്റെ അനുബന്ധ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതും. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ പിഴുതെറിയാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഫണ്ട് റൺ
റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരത്തിൽ ബഹുജന പങ്കാളിത്തത്തിൽ ലഹരി വിരുദ്ധ ഫണ്ട് റൺ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA G സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി പേരാണ് ഓരോ ദിവസവും പോലീസിന്റെ വലയിലാകുന്നത്. ജൂൺ 2 ആരംഭിച്ച ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ 3300-ലധികം പേർ അറസ്റ്റിലാവുകയും 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇന്ന് 780 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. അരൂർ സ്വദേശി രതീഷാണ് പിടിയിലായത്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പിടികൂടിയിട്ടുണ്ട്. കോട്ടയം വൈക്കം വെള്ളൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. വെള്ളൂർ പെരുവ സ്കൂൾ ഭാഗത്തു നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി വിനീഷ്, ഈരാറ്റുപേട്ട സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം അമിതമായ ലഹരി ഉപയോഗമെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. ലഹരിക്കടിമപ്പെടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നടന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുന്നതിനു വേണ്ടി 2 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, എക്സൈസ്, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ കൂട്ടായാണ് സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് രാജ്യവും സംസ്ഥാനവും നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി. കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തെ കേരളത്തിന്റെ മയക്കുമരുന്ന് ഹബ്ബായി മാറ്റാനുള്ള വലിയ ശ്രമം ലഹരി മാഫിയകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പൊതുസമൂഹവും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടു പരിചയിച്ച അന്താരാഷ്ട്ര മാഫിയകൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അത്രയും മയക്കുമരുന്ന് ലോബി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മയക്കുമരുന്നിന് ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. കുട്ടികളെ ഇതിന്റെ കണ്ണിയായി മാറ്റാൻ ലഹരി മാഫിയകൾ ശ്രമിക്കുകയാണെന്നും ഇതിനെ ഏത് വിധേനയും ചെറുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്ത് ആദ്യമായി തന്നെ ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുറക്കാനുള്ള പരിപാടിയുണ്ട്. ജില്ലാ കളക്ടർ എറണാകുളത്ത് നിന്ന് ഒരാഴ്ചക്കുള്ളിൽ അതിനുള്ള പ്രപ്പോസൽ തരാമെന്ന് അവർ പറയുകയുണ്ടായി. നമുക്ക് 2-3 സെന്ററുകൾ നമുക്ക് ചിലപ്പോൾ തുടങ്ങാൻ സാധിക്കാം. തൃക്കാക്കരയിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ ചടങ്ങിൽ ഉമാ തോമസ് MLA, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അരുൺ S. നായർ, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിൽ കരിമണൽ കൊള്ളയുടെ 2ാം ഘട്ടം VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കേരളത്തിലെ തീരമേഖലയിലെ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് സഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തെലങ്കാന ആസ്ഥാനമായ മിഡ് വെസ്റ്റ് എന്ന കമ്പനിയുമായി ധാരണയുണ്ടാക്കിയിട്ടാണ് സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. KMML ഖനനം ചെയ്തു കൊടുക്കുന്ന ധാതുക്കൾ മിഡ് വെസ്റ്റിനാണ് നൽകാനാണ് ധാരണ. മാസപ്പടി കേസ് നിലനിൽക്കുമ്പോൾ പോലും വലിയ അഴിമതിക്ക് കോപ്പുകൂട്ടുകയാണ് സംസ്ഥാന സർക്കാരെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കരിമണൽ കൊള്ളയുടെ അടുത്ത ഭാഗം ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ തുടരാനുള്ള എല്ലാ കോപ്പും കൂട്ടിയിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ശരിയാണ്, KMML നടപ്പിലാക്കുള്ളൂ. പക്ഷേ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് മിഡ് വെസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തെലങ്കാന ബേസ്ഡ് കമ്പനി. ഇത് റെഡ്ഡി, ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കോളറെഡ്ഡി രാമചന്ദ്ര എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഓൾ ടൈം ഡയറക്ടർ. അപ്പോൾ ഈ റെഡ്ഡി ഗ്രൂപ്പും ഒക്കെ ആയിട്ടുള്ള തെലങ്കാനയും റെഡ്ഡി ഗ്രൂപ്പും ഒക്കെ നിങ്ങൾ കൂട്ടി വായിക്കാം, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മിനറൽസ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, കേരളത്തിൻ്റെ തീരത്തുള്ള ഈ റെയർ എർത്ത് മിനറൽസ് സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ എത്തിയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്, കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്.
അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ ആരോപണ വിധേയനായ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായ് രാജിവെച്ചു. രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ചമ്പത് റായ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചമ്പത് റായുടെ രാജി. വിവാദത്തിന് പിന്നാലെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയിരുന്നു. സംഭാവന തിരിമറി കേസിൽ അന്വേഷണം തുടരുകയാണ്. ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയെന്നും CCTV ദൃശ്യങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരുന്നു. ഇതുവരെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയും. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലെത്തിയെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് വിവരം. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റം വന്നേക്കും. അടുത്ത മാസം 1-ാം തീയതി പുതിയ വില പ്രഖ്യാപിക്കും. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും നീക്കുന്നതായി കേന്ദ്രം ഇന്നലെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോട്ടൽ മേഖലകളിൽ ഉൾപ്പെടെ കൂടുതൽ ആശ്വാസമായി പുതിയ വിവരം പുറത്തുവരുന്നത്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന റിപ്പോർട്ട്. മന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഹർദീപ് സിംഗ് പുരി എന്നിവരെ മാറ്റിയേക്കും. ഇവരെ പാർട്ടി സംഘടനാ ചുമതലകളിലേക്കും മാറ്റിയേക്കാൻ സാധ്യത. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ RBI ഗവർണറുമായ ശക്തികാന്ത ദാസിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു എന്നതാണ് വിവരം. SIR 9-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി NCERT. പാഠപുസ്തകത്തിൽ അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് SIR-ഉം ഇടം പിടിച്ചത്. 9-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് SIR ഉള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1975 ജൂൺ 25-ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ ജനാധിപത്യ ചട്ടക്കൂടിനേറ്റ ഗുരുതര വെല്ലുവിളിയായാണ് പാഠഭാഗത്ത് പറയുന്നത്. മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കൽ, പത്രസ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം, പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റ്, ഭരണകൂട അധികാര കേന്ദ്രീകരണം എന്നിവയെല്ലാം വിശദമായി പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ബിൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ഗുജറാത്ത്, അസം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ നിയമ നടപടികൾ പാലിച്ചായിരിക്കും സംസ്ഥാനത്ത് UCC നടപ്പിലാക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. അധികാരത്തിൽ വന്ന 6 മാസത്തിനകം ഇത് നടപ്പിലാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ പ്രഖ്യാപനം. पिछले सरकार का काम तुष्टीकरण, भ्रष्टाचार, परिवारवाद और बंगाल को पीछे ले जाने का काम किया. ये सब काम तो उनका नहीं करने का मकसद था. राष्ट्रवाद, देश प्रेम, ऋषि बंकिम चंद्र, कवि गुरु, ये सब काम उनका नहीं करने का उसका एजेंडा में नहीं था. अभी राष्ट्रवादी सरकार आया, ये सब काम होगा. और वंदे मातरम का 150 साल भी चल रहा है. हम लोग बजट में डिक्लेयर किया है एक बड़ा म्यूजियम होगा, नेशनल लेवल का म्यूजियम. കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമാകുമെന്ന് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ചത് 6 ധീര സൈനികർ. ഇവരുടെ പേരുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. 5 കരസേനാംഗങ്ങളും 1 വ്യോമസേന അംഗവുമാണ് വീരമൃത്യു വരിച്ചത്. ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനായി ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെ ത്യാഗ് ചക്ര എന്നറിയപ്പെടുന്ന ബലിചക്രത്തിൽ ഇവരുടെ പേരുകൾ ആലേഖനം ചെയ്യും. 2025-ൽ വിവിധ സൈനിക ഓപ്പറേഷനുകളിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിച്ച ധീരർക്കൊപ്പമാണ് ഇവരുടെ പേരുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഇതിനിടെ ഇറാൻ നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവിക പാതയ്ക്കെതിരെയായിരുന്നു ആക്രമണം ഉണ്ടായത്.
ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേട് പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. മേൽശാന്തി നിയമനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഉടൻ തീരുമാനമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തു. ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. അതിനെക്കുറിച്ച് ഇപ്പോഴാലോചിച്ചിട്ടില്ല. അതൊക്കെ എന്താ പറയേണ്ടത്, അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പറ്റും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന CPM-BJP സംഘർഷത്തിൽ ഇരുവിഭാഗം നേതാക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. 4 കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും കേസിൽ പ്രതികളാണ്. അതേസമയം ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാനാണ് UDF-ന്റെ നീക്കം. കാപ്പ കേസിൽ ഉൾപ്പെട്ട കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടും ചട്ടലംഘനം നടത്തി രണ്ടാമതും BJP നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്തതും ചൂണ്ടിക്കാട്ടി CPM കൗൺസിലർമാർ നടത്തിയ മേയർ ഓഫീസ് ഉപരോധമാണ് ഇരുവിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ LDF കൗൺസിലർ സിന്ധു ശശിയുടെ പരാതിയിലാണ് മേയർ VV രാജേഷും ഡെപ്യൂട്ടി സ്പീക്കർ ആശാനാഥും പ്രതികളായത്. BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിൽ S ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു എന്നിവരടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംഘർഷത്തിൽ മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി എന്നിവർക്കെതിരെയും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളെ പാർട്ടി സ്വാഗതം ചെയ്യുകയാണെന്നും കോർപ്പറേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം അംഗീകരിക്കാനാകില്ലെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ സാധന സാമഗ്രികൾ നശിപ്പിക്കാൻ പാടില്ല. കൗൺസിലർമാർ അല്ലാത്ത പാർട്ടി നേതാക്കൾ കോർപ്പറേഷൻ അകത്ത് കയറി സമരം നടത്തുന്ന സാഹചര്യം അവസാനിപ്പിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. കോർപ്പറേഷന്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അപ്പോൾ ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അതേസമയം കോർപ്പറേഷനിലെ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് UDF-ന്റെ നീക്കം. കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനെതിരെ തിങ്കളാഴ്ച UDF സമരവും നടത്തും. ഒരു ക്രിയേറ്റീവായിട്ടുള്ള മീറ്റിംഗ്, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലും നടത്തുവാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ UDF-ന്റെ വലിയൊരു പ്രക്ഷോഭം ഇവിടെ ഭരണസ്തംഭനത്തിനെതിരെയും LDF BJPയുടെയും ഈ ഡീലിനുമെതിരെയുള്ള ഒരു വലിയ സമരം നമ്മൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട നിഷ്പക്ഷ സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ ഉടൻ തന്നെ നിശ്ചയിച്ച് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തെ അറിയിക്കുമെന്ന് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ്. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഉടൻ തന്നെ കേരളത്തിന്റെ പ്രതിനിധിയെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ നടപടി അത് തെറ്റായിപ്പോയെന്നും തികച്ചും ഏകപക്ഷീയമായിട്ട് എടുത്ത നടപടി തിരുത്തണമെന്ന ആവശ്യമാണ് നമ്മൾ കേന്ദ്രത്തോട് ഉന്നയിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ നിഷ്പക്ഷ സമിതിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് രേഖാമൂലം കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയെ നമ്മൾ നിശ്ചയിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീണ്ടും നിയമസഭ ചേരുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയുടെ പേര് ഡൽഹിയിലേക്ക് അറിയിക്കുന്നതായിരിക്കും. കോഴിക്കോട് അരയിടത്ത് പാലത്തിൽ കാറും ബൈക്കുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. തിരുവമ്പാടി സ്വദേശിയായ അഹമ്മദ് അൽ സാബിത്താണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു 2 ബൈക്കുകളും 1 കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബൈക്കിന്റെ പുറകിൽ യാത്ര ചെയ്യുകയായിരുന്ന സാബിത്ത് പാലത്തിൽ നിന്നും തെറിച്ച് താഴെയുള്ള റോഡിലേക്ക് വീഴുകയായിരുന്നു. കൊച്ചിയിൽ നടന്ന കൗതുകകരമായ മാമ്പഴം തീറ്റ മത്സരത്തിൽ ഒന്നാമതെത്തി പനമ്പള്ളി സ്വദേശി ബോണി. അഗ്രികൾച്ചർ പ്രൊമോഷണൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായാണ് മാമ്പഴം തീറ്റ മത്സരവും നടന്നത്. ജൂൺ 19 മുതൽ 30 വരെയാണ് മേള. ായിരുന്നു മാമ്പഴം തീറ്റ മത്സരത്തിന് സമയം അനുവദിച്ചിരുന്നത്. കത്തി ഉപയോഗിക്കാതെ വേണം മാങ്ങ കഴിക്കാൻ.
6 മാങ്ങകളാണ് ഒന്നാമതെത്തിയ ബോണി കഴിച്ചു തീർത്തത്. 5 കിലോ മാമ്പഴമായിരുന്നു സമ്മാനം. മത്സരം കൊള്ളായിരുന്നു. മാങ്ങയും അതിനനുസരിച്ച് ടേസ്റ്റായിരുന്നു. രസകരമായിട്ടുള്ള ഒരു മത്സരമാണുള്ളത്. അപ്പം ഞാൻ വളരെ ആസ്വദിച്ചാണ് ചെയ്തത്. മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. 5 മാമ്പഴം കഴിച്ചുകൊണ്ട് 2 പേരാണ് 2ാം സ്ഥാനത്തെത്തിയത്. 3 മിനിറ്റ് കൊണ്ട് 3 മാമ്പഴം കഴിച്ചു തീർത്ത ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി ശിവാനിയും ശ്രദ്ധ നേടി. ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ മാങ്ങ കഴിക്കാൻ പറ്റി. അപ്പം 70. തിന്നാനായിട്ട് ജീവിക്കുന്നതല്ലേ, അപ്പോൾ തിന്നാൻ സ്പീഡ് ഉണ്ടാവണം. ഞാൻ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. UP മല്ലിക, മൽഗോവ, കോലാപ്പാടി, ഹിമാം പസന്ത്, ബങ്കനപ്പള്ളി തുടങ്ങി 60 ഇനം മാമ്പഴങ്ങളാണ് മേളയിലെ താരങ്ങൾ. മേള കാണാനെത്തുന്നവർക്ക് മാമ്പഴങ്ങൾ രുചിച്ചു നോക്കി വാങ്ങാനുള്ള വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങകളുടെ എത്രത്തോളം വെറൈറ്റികൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം കെമിക്കലൊന്നും ഇല്ലാതെ ഓർഗാനിക്കായിട്ട് പഴുപ്പിച്ചതാണ്. കൂട്ടത്തിൽ ചക്കയും കയറ്റിയിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് മേള നടക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. 12 മണിക്കൂർ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അലിഞ്ഞ ഒരു കൂട്ടം സംഗീത പ്രേമികൾ തൃശൂർ വെളുത്തൂർ മാനവ സംഗീത വിദ്യാലയത്തിലാണ് പണ്ഡിറ്റ് രമേശ് നാരായണനുമായി സംഗീത വിദ്യാർത്ഥികളും കലാകാരന്മാരും സംവദിച്ചത്. ഹിന്ദുസ്ഥാനി സംഗീത രാവിൽ മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകനായ ബേണിയും പങ്കുചേർന്നപ്പോൾ ഇരട്ടി മധുരമായി. 100ഓളം സംഗീത പ്രതിഭകൾ ഗാനങ്ങൾ ആലപിച്ച് കാത്തിരുന്നത് സംഗീതത്തിലെ കുലപതിയായ പണ്ഡിറ്റ് രമേശ് നാരായണനെയാണ്. പരസ്പരം തങ്ങളുടെ പ്രതിഭകൾ വെളിവാക്കാനും അനുഗ്രഹീതരായ ഗുരുക്കന്മാരുടെ മുൻപിൽ തങ്ങളുടെ കഴിവുകൾ കാണിക്കാനുമുള്ള വേദിയായി ഹിന്ദുസ്ഥാനി സംഗീത സദസ്സ് മാറി. മാനവ് സംഗീത അക്കാദമിയിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നവരും അന്യജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സദസ്സിൽ പങ്കാളികളായി. രമേശ് നാരായണന്റെ മകളും പിന്നണി ഗായികയുമായ മധുശ്രീ നാരായണനും വേദിയിൽ ഹിന്ദുസ്ഥാനി സംഗീതം ആലപിച്ചു. പ്രശസ്ത സിനിമാ സംഗീത സംവിധായകരായ ബേണി ഇഗ്നീഷ്യസിലെ ബേണിയുടെ ഗാനാലാപനവും സദസ്സിന് മാറ്റുകൂട്ടി. KCBയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ജീവിതം സംഗീതത്തിനായി മാറ്റിവെച്ച സതീഷ് മാനവാണ് തന്റെ വിദ്യാലയത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുജി ശ്രീ പണ്ഡിറ്റ് രമേശ് നാരായൺ സാറിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ ശിഷ്യരുമായിട്ടുള്ള അനേകം കുട്ടികൾ, അനേകം വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി അതിഭയങ്കരമായിട്ട് പുലർച്ചെ 4 മണി മുതലുള്ള സംഗീതാർച്ചന തുടർച്ചയായി അത് വൈകിട്ട് 10:30 വരെയാണ് നടന്നത്. ഗായകൻ പണ്ഡിറ്റ് വിജയ് സുർസെന്നിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ ഏകോപിപ്പിച്ചത്. വരും വർഷങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിനു വേണ്ടി സംഗീത സദസ്സുകൾ നടത്താനാണ് അംഗങ്ങളുടെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. VD സതീശൻ സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതത്തിലുണ്ടായത് 9.5 കോടിയുടെ കുറവ്. ഇത് കാരണം നേരത്തെ പ്രഖ്യാപിച്ച പല വികസന പദ്ധതികളും ഒഴിവാക്കേണ്ട സാഹചര്യമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്. സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവുണ്ടായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. UDF സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ഫണ്ട് വിഹിതത്തിലുണ്ടായത് വൻ കുറവ്. പൊതുവികസന ഫണ്ട്, അൺടൈഡ് ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടെ ഉണ്ടായ വൻ കുറവ് കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലെ 940 കിലോമീറ്റർ വരുന്ന റോഡുകളുടെ ടാറിംഗ്, അറ്റകുറ്റപ്പണികൾ, ജില്ലാ പഞ്ചായത്തിന് കീഴിലെ വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് ആശുപത്രികൾ എന്നിവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെ ഇത് സാരമായി ബാധിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കുറവ് ചെയ്യേണ്ടി വരും. 940 കിലോമീറ്റർ റോഡ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നിലയിലേക്കുള്ള കുറവ് ചെയ്യേണ്ടി വരും. SC/ST മേഖലയിലെ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകാതെ വരുന്ന സമയത്ത് പൊതു ഫണ്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട സാഹചര്യം കൂടി വരും.
അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമുക്ക് പൊതുവിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പല ഫണ്ടുകളും നമുക്ക് ഈ വർഷം കുറവ് ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബജറ്റ് പുതുക്കിയപ്പോൾ പൊതുവികസന ഫണ്ടിൽ 1,29,30,000 രൂപയുടെ കുറവുണ്ടായി. പട്ടികജാതി വികസന ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയിരുന്നത് 6,70,8,000 രൂപ. ഇപ്പോൾ പുതുക്കി വകയിരുത്തിയ തുക 5,69,57,000 രൂപ. പട്ടികവർഗ വികസന ഫണ്ടിൽ വകയിരുത്തിയ തുകയിൽ 86,90,000 രൂപയുടെ കുറവുണ്ടായി. ധനകാര്യ കമ്മീഷൻ ടൈഡ് ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയ തുകയിൽ നിന്ന് 3,99,05,000 രൂപയുടെ കുറവ് വന്നു. ധനകാര്യ കമ്മീഷൻ അൺടൈഡ് ഫണ്ടിൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 2,17,40,000 രൂപയുടെ വ്യത്യാസമുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം നിർവഹിക്കുന്ന വികസന പദ്ധതിക്കകത്ത് ഒരു 25-30 കോടിക്കും ഇടയിലുള്ള കുറവ് നമുക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിനെ ഈ നിലയിൽ ബാധിക്കുമ്പോൾ ഇത് എല്ലാ മുനിസിപ്പാലിറ്റികളും ഇത് ബാധിക്കുന്നുണ്ട്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്, കേരളത്തിലാകെ ഇത് ബാധിക്കും. പുതുക്കിയ ബജറ്റ് വിഹിതത്തിൽ വന്ന 9.5 കോടി കൂടാതെ സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് തിരിച്ചടിയായ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമുള്ള പദ്ധതിക്കായി 15% ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് നീക്കിവെക്കേണ്ട സാഹചര്യവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. മാപ്പിളക്കോൽക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാൻ കോഴിക്കോട്ടെ വനിതകൾ സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമാണ് വനിതകൾ കോൽക്കളി പരിശീലനം നേടിയത്. 28 ഇവർ അരങ്ങേറ്റം കുറിക്കും. വടക്കൻ കേരളത്തിന്റെ നാടൻ കലാരൂപമായ മാപ്പിളക്കോൽക്കളിയിൽ ഇനി കോഴിക്കോട്ടെ പെൺപെരുമ മുഴങ്ങും. പുരുഷന്മാരുടെ കുത്തകയായ മാപ്പിളക്കോൽക്കളിയിൽ ഒരു ചുവടുമാറ്റം ഒരുക്കി അമ്പരപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം വനിതകൾ. കോൽക്കളി അധ്യാപകൻ മുഹമ്മദ് ജനീഷിന് കീഴിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി 28-ന് അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. മാപ്പിളക്കോൽക്കളി എന്ന വിഭാഗത്തിലാണ് ഇവരിപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. മാപ്പിളക്കോൽക്കളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ്, പഠിക്കാനും കളരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും പ്രായമായ സ്ത്രീകൾ വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പ്രായം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ശരീരം വഴങ്ങോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠിപ്പിച്ച് തുടങ്ങി ഒരു 2-2.5 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനോട് കൂടുതലായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി നല്ലൊരു രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 32 മുതൽ 64 വയസ്സുവരെയുള്ള 28 പേരാണ് കോൽക്കളി സംഘത്തിലുള്ളത്. കലോത്സവ നഗരിയിൽ മാത്രം പരിചിതമായ കോൽക്കളി പഠിക്കാൻ അവസരം ലഭിച്ചത് പലർക്കും പുത്തൻ അനുഭവമായി. ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കണമെന്നില്ല. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഈ യുനെസ്കോൻ്റെ ഇതും കൂടി ഇവിടെ ഇങ്ങനൊരു സാംസ്കാരിക നിലയുണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ വീട്ടമ്മമാരും, അവിടെ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, 7 to 70 വരെയുള്ള ഏജുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ വീട്ടമ്മമാരും വന്ന് വീട്ടിലെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കോൽക്കളി പഠിച്ചു അരങ്ങേറാൻ പോവുകയാണ്. ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കോലാട്ടം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ കോൽക്കളി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടഫാണെന്ന് തോന്നി. പക്ഷേ മാഷയുടെ ആ ഒരു ശിക്ഷണത്തിലും ആത്മാർത്ഥതയിലും ഇത് പഠിച്ച് മുന്നോട്ട് പോയി. വനിതകൾക്കൊപ്പം ഒരു പുരുഷനും സംഘത്തിലുണ്ട്. 300-ലേറെ വർഷം പഴക്കമുള്ള മാപ്പിള കോൽക്കളിയിൽ ആദ്യമായാണ് വനിതകൾ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഭാവിയിൽ സാംസ്കാരിക സദസ്സുകളിൽ ഉൾപ്പെടെ പരിപാടികൾ അവതരിപ്പിച്ച് കോൽക്കളിയെ വീണ്ടും ജനകീയമാക്കാനാണ് ഇവരുടെ തീരുമാനം. വനിതകൾ കൈവച്ച മേഖലകളെല്ലാം വിജയം കൈവരിച്ച ചരിത്രമേ കോഴിക്കോട് നിന്ന് പറയാനുള്ളൂ. ഇത്തവണ മാപ്പിള കോൽക്കളിയിലാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സജീദ് അറിയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.